Good morning, students. So let us continue our discussion on conservation of energy, momentum, etc. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് വർക്ക് എന്ന് ഡിസ്കസ് ചെയ്തു, എന്താണ് എനർജി എന്ന് ഡിസ്കസ് ചെയ്തു. സോ വർക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇഫ് യു അപ്ലൈ എ ഫോഴ്സ് ആൻഡ് ഇഫ് ദ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് and body has some displacement along the direction of force. നമ്മൾ കൊടുത്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ the product of that force and displacement along the direction of force, അതാണ് വർക്ക് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. സോ വർക്ക് ഈസ് ബേസിക്കലി എഫ് ഡോട്ട് ഡി ആർ ഓർ ഡി എസ് whatever it may be or എഫ് ഡോട്ട് എസ്. അതാണ് നമ്മൾ വർക്ക് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ എനർജി ഡിസ്കസ് ചെയ്യുന്ന കേസിൽ ബിക്കോസ് വി ആർ സ്റ്റഡിങ് മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ മെക്കാനിക്കൽ എനർജി രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഇതിന് രണ്ടിനെയാണ് നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കൈനറ്റിക് എനർജി എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡ്യൂ ടു മോഷൻ. ദെൻ അതും വർക്ക് എനർജി, വർക്കും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ, വർക്ക് കൈനറ്റിക് എനർജി തിയറം നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി വിൽ ഡിസ്കസ്, കണ്ടിന്യൂ അവർ ഡിസ്കഷൻ. ജസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ടുഡേ വി വിൽ ഡിസ്കസ് സംതിങ് അബൌട്ട് ഫോഴ്സസ്. ഓക്കെ, സോ ബേസിക്കലി നേച്ചറിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഉണ്ടെന്ന് പറയും. ഓക്കെ, വൺ ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്, വൺ ഈസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, സോ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. അത് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ബേസിക്കലി ഇപ്പം ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ആ ഫിഗറിൽ കാണിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് മാസ് എം. ഓക്കെ, അപ്പോൾ എനിക്ക് എ എന്ന് ബിയിലേക്ക് മൂവ് ചെയ്യിക്കണം ഈ ബോഡീനെ. ഓക്കെ, എ മാസ് ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ള ഫോഴ്സ് ഫീൽഡിലാണ് നമ്മൾ ഈ പാർട്ടിക്കിളിനെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ എയും ബിയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്ന് ബിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു വർക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുന്നിൻ്റെ മേലേക്ക് ഒരു ബോഡീനെ എത്തിക്കണം. ഓക്കെ, ഒന്നുകിലും അപ്പോൾ നമുക്ക് പല പാത്തുകളിൽ നമുക്കത് എത്തിക്കാൻ പറ്റും. നേരെ സ്റ്റീപ്പായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും, ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചുരം റോഡുകൾ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോവുക. ഓക്കെ, അതിനെ പോയിട്ട് നമുക്ക് ആ പോയിന്റ് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫിഗറിൽ ഒരു 3 പാത്ത് വരച്ചിട്ടുണ്ട്. സോ ഫ്രം എ ടു ബി ത്രൂ സിയിലൂടെ പോവാം, അല്ലെങ്കിൽ ത്രൂ ഡി രണ്ടാമത്തെ പാത്ത്, നീല പാത്ത്, ഓർ ത്രൂ ഇ. ഓക്കെ, അപ്പോൾ ഏത് പാത്തിൽ വേണമെങ്കിലും നമുക്ക് പോവാം. അപ്പോൾ ഞാൻ 3 പാത്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നൗ ഐ എം ആസ്കിങ് വാട്ട് ഇസ് വർക്ക് ഡൺ. ഓക്കെ, ഇപ്പോൾ എ നിന്ന് ബി വരെ എത്താൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? സോ ബേസിക്കലി നമുക്കറിയാം വർക്ക് ഈക്വൽ ടു, സോ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദാറ്റ് ഡയറക്ഷൻ. അപ്പോൾ അതിൽ ഓരോ പോയിന്റിലും ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ആ ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ കിട്ടും, അല്ലെങ്കിൽ ബേസിക്കലി ഇൻ്റഗ്രേഷൻ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എഫ് ഫോഴ്സ് വിൽ ബി കൺസർവേറ്റീവ് ഓൺലി ഇഫ് നമ്മളത് ഏത് പാത്ത് എടുത്താലും വർക്ക് ഡൺ ഷുഡ് ബി സെയിം. ഇപ്പം ഞാൻ 3 പാത്ത് വരച്ചു പറഞ്ഞു. സോ ദാറ്റ് മീൻസ് integral f dot dr a to b through a path acb or through a path adb or through a path aeb, ഏത് പാത്ത് എടുത്താലും that integral should be same, അല്ലെങ്കിൽ work done should be same. Such a force is known as conservative force. Okay, അപ്പോൾ fine, let's just go to the next slide. Okay, അതല്ല എനിക്ക് വേറൊരു കാര്യം പറയാൻ പറ്റും. Work done in moving a particle from A to B will be equal to negative of work done from a particle to bring from B to A. Okay, അതല്ലെങ്കിൽ വർക്ക് ഡൺ ഫ്രം എ ടു ബി ഈക്വൽ ടു ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ
from A to B. So that will be equal to minus of from B to A F dot dr അല്ലെങ്കിൽ minus W work done in B to A. So that is a condition for conservative force. അതല്ലെങ്കിൽ ഈ ടോട്ടൽ വർക്ക് ഡൺ ഫ്രം എ ടു ബി പ്ലസ് ബി ടു എ, അതായത് ഒരു റൗണ്ട് ട്രിപ്പ്, ഒരു പാർട്ടിക്കിളെ ഞാൻ എ ടു ബിയിലേക്ക് എടുത്തു, ദെൻ ബിന്ന് എയിലേക്ക് തിരിച്ചെടുത്തു. സോ ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി 0. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ലൈൻ ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0. ഇവിടെ ലൈൻ ഇൻറ്റഗ്രൽ ആണ്. ഓക്കെ, ഡി ആർ എന്ന് പറയുന്നത് ലൈൻ ഇൻറ്റഗ്രൽ വരാം. സോ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 0. ദാറ്റ് ഇസ് എ കണ്ടീഷൻ ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. അതായത് നമ്മളൊരു ഗ്രാവിറ്റിയിൽ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ആ ബി എന്നുള്ള ഹൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഓക്കെ, നേരെ മറിച്ച് ബിന്ന് എയിലേക്ക് എത്തിക്കാൻ ചെയ്താൽ മതി, ജസ്റ്റ് അവിടുന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി, തന്നെ അത് വീണോളും. ഓക്കെ, സോ ദ വർക്ക് വിൽ ബി ഡൺ ബൈ ദ ഗ്രാവിറ്റി. അങ്ങനെ പറയും. ഒന്ന്, വി ഹാവ് ടു ഡു വർക്ക് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. വൺ, ഗ്രാവിറ്റി വിൽ ഡു വർക്ക് ഓൺ ദ ബോഡി. ഓക്കെ, സോ ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ എ റൗണ്ട് ക്ലോസ്ഡ് പാത്ത് അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് വിൽ ബി 0. So that is a condition for conservative force. So something is stored. അവിടെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി വരാം. നമ്മൾ അതിലേക്ക് വരാം, ആ കൺസെപ്റ്റിലേക്ക് വരാം. ഓക്കെ, സോ സച്ച് ഫോഴ്സസ് ആർ നോൺ ആസ് കൺസർവേറ്റീവ് ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കൺസർവേറ്റീവ് ഫോഴ്സിന് ലൈൻ ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു 0. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഒരു ക്ലോസ്ഡ് പാത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കണ്ടീഷൻ ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് ലൈൻ ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ലൈൻ ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്, വെർ ഡി എസ് ഇസ് ദ ഏരിയ എലമെൻറ്റ്. ഒരു സർഫസ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് സർഫസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ലൈൻ ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആറിന് നമുക്ക് എഴുതാൻ പറ്റും സർഫസ് ഇൻറ്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡി എസ് എന്ന് എഴുതാൻ പറ്റും. അത് സ്റ്റോക്സ് തിയറം ആണ്. ഓക്കെ, അപ്പോൾ ലൈൻ ഇൻറ്റഗ്രൽ 0 ആണെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസും 0 ആയിരിക്കും. ഓക്കെ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, മാത്സിലെ സ്റ്റോക്സ് തിയറം എടുത്ത് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഈ ഇൻറ്റഗ്രൽ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ് 0 ആവണമെങ്കിൽ ഡെൽ ക്രോസ് എഫ് 0 ആയിരിക്കണം. ഓക്കെ, ആ ഡി എസ് എലമെൻറ്റ് ഏരിയ എലമെൻ്റ് ആണ്, അത് ആർബിട്രറി ആവാൻ പറ്റും. സോ ദിസ് കനോട്ട് ബി 0. സോ വാട്ട് ഷുഡ് ബി 0? ഡെൽ ക്രോസ് എഫ് ഷുഡ് ബി 0. സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഡെല്ലിൻ്റെ എക്സ്പ്രഷൻ, ഡെൽ ക്രോസ് എഫിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഇറ്റ്സ് എന്താ പറയുക, ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ്. ഇതാണ് ഡെൽ ഓപ്പറേറ്റർ. ദെൻ എഫ് എക്സ് എഫ് വൈ എഫ് സെഡ്, that will be equal to 0. ഇത് നമ്മൾ മാത്സിൽ പഠിച്ചതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, ഡെൽ ക്രോസ് എഫ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഡിറ്റർമിനൻറ്റ് 0 ആയിരിക്കണം. ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് എഫ് എക്സ് എഫ് വൈ എഫ് സെഡ്, that should be equal to 0. That is a condition for conservative force. Okay, just go to the next slide. Okay, അപ്പോൾ നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് സെഡ് ടു ബി എന്താ പറയുക, ദ വർക്ക് ഡൺ ബൈ ഇറ്റ് ഓൺ എ ബോഡി വിച്ച് മൂവ്സ് ബിറ്റ്വീൻ 2 points ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത്. പാത്ത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കാൻ പാടില്ല, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഏത് പാത്ത് എടുത്താലും വർക്ക് ഡൺ ഷുഡ് ബി സെയിം. സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ദ വർക്ക് ഡൺ ത്രൂ എനി ക്ലോസ്ഡ് പാത്ത് ഈസ് 0. ഒരു ടോട്ടൽ ക്ലോസ്ഡ് പാത്ത് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ഡൺ 0 ആയിരിക്കും. ഓർ കേൾ ഓഫ് ദാറ്റ് ഫോഴ്സ് ഈസ് 0. കേൾ ഈസ് 0. ദാറ്റ് ഈസ് ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0. അപ്പോൾ ഈ 3 പോയിന്റ് പറയുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ്, പല രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഒന്നുകിൽ പറയാം ലൈൻ ഇൻറ്റഗ്രൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം എ ടു ബി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ക്ലോസ്ഡ് ലൈൻ ഇൻറ്റഗ്രൽ ഈസ് 0, അല്ലെങ്കിൽ നമുക്ക് പറയാം കേൾ ഓഫ് ദാറ്റ് ഫോഴ്സ് ഈസ് 0 എന്നും പറയാം. ഓക്കെ, അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. ദെൻ ഇലാസ്റ്റിക് ഫോഴ്സ്, സ്പ്രിങ്ങിലൊക്കെ ഉണ്ടാകുന്ന ഫോഴ്സുകൾ, ഇലാസ്റ്റിസിറ്റി. സോ ആ ഫോഴ്സും എന്താണ്, കൺസർവേറ്റീവ് ഫോഴ്സാണ്. ഓക്കെ, സോ ബേസിക്കലി കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡിൽ
മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ്. ഓക്കെ, മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൈനറ്റിക് എനർജിനെയും പൊട്ടൻഷ്യൽ എനർജിനെയും കമ്പൈൻഡ് ആയിട്ട് വിളിക്കുന്നതാണ് മെക്കാനിക്കൽ എനർജി. അപ്പോൾ ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി സെയിം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡിസ്കഷനിലേക്ക് വരാം. ഓക്കെ, so that is conservative force. Now we will see what is non-conservative force. Okay, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയും ഇറ്റ്സ് എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. സോ ഫ്രിക്ഷൻ ഈസ് ബേസിക്കലി ഒരു രണ്ട് സർഫസ് തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് ഒരു വുഡൻ ബ്ലോക്കോ എന്തെങ്കിലും ജസ്റ്റ് പുള്ളിങ് ത്രൂ എ സർഫസ്, ഒരു സർഫസിനുണ്ടായിരുന്ന സാധനം അത് വലിക്കുകയാണ്. സോ വലിക്കുമ്പോൾ ഏത് ഡയറക്ഷനിലാണോ ആ ബ്ലോക്ക് മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷൻ. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് ആ കുട്ടി വലിക്കുന്നതെങ്കിൽ റൈറ്റിലേക്കായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കും മ്യൂ. സോ ദാറ്റ് ഈസ് എ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് സർഫസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സർഫസിന്റെ റഫ്നെസ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ വെയിറ്റ് ഓഫ് ദ ബോഡിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദെൻ ഒരു ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഞാൻ അതിനെ എഫ് ഫ്രിക്ഷണൽ എന്ന് റെപ്രസെന്റ് ചെയ്തു. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു മൈനസ് മ്യൂ ഇൻറ്റു എഫ് എൻ. ഏത് ഡയറക്ഷനിലാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കുക. വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ മൈനസ് മ്യൂ, വെയിറ്റ് എന്ന് പറയുന്നത് എം ജി ആണ്. സോ മൈനസ് മ്യൂ ഇൻറ്റു എം ജി എന്ന് എഴുതി. ഓക്കെ, സോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പാർട്ടിക്കിൾ എ എന്ന് പറയുന്ന പൊസിഷനിൽ ബി എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി. സോ വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ? ഓക്കെ, അപ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കുക. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് വർക്ക് ഡൺ. ഓക്കെ, സോ ഡബ്ല്യു എ ബി, സോ വർക്ക് ഡൺ ഇൻ മൂവിങ് ഫ്രം എ പോയിന്റ് എ ടു ബി ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് മ്യൂ ഇൻറ്റു എം ജി, ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിന് ഞാൻ തൽക്കാലം എക്സ് എന്ന് വിളിച്ചു. സോ എം ജി ഇൻറ്റു എക്സ്. So that is the work done. Okay, now what is the work done in bringing from B to A? നേരെ തിരിച്ചു. ഓക്കെ, B to A ആണെങ്കിലും ഫോഴ്സ് വിൽ ബി സെയിം. ഫോഴ്സ് എപ്പോഴും വെലോസിറ്റിയുടെ ഡയറക്ഷന് തിരിയും. അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷനും തിരിയും. ഓക്കെ, സോ ബേസിക്കലി അവിടെ എന്ത് കിട്ടും? മൈനസ് മ്യൂ എം ജി ഇൻറ്റു എക്സ് തന്നെ കിട്ടും. സോ ടോട്ടൽ വർക്ക് ഡൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സീറോ ആവുകയല്ല ചെയ്യുക, ഡബിൾ ആവുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഡബ്ല്യു എ ബി പ്ലസ് ഡബ്ല്യു ബി എ ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു മ്യൂ എം ജി ഇൻറ്റു എക്സ്, അങ്ങനെ കിട്ടും. ഓക്കെ, സോ ഒരു ടോട്ടൽ ക്ലോസ്ഡ് പാത്ത്, ഒരു ക്ലോസ്ഡ് പാത്തിൽ വർക്ക് ഡൺ സീറോ ആയി മാറില്ല. സച്ച് എ ഫോഴ്സ് ഈസ് നോൺ ആസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, അത് പേര് വരാൻ കാരണം ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആവില്ല, അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. ഓക്കെ, സോ അപ്പോൾ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കണ്ടീഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഴ്സ് ഈസ് സെറ്റ് ടു ബി നോൺ കൺസർവേറ്റീവ് ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ ബോഡി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ പാത്ത്. പാത്തിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടാണ് എന്ന് ബിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ വർക്ക് ഡൺ കൂടി വരികയേ ചെയ്യുള്ളൂ, അല്ലാണ്ട് ഇൻഡിപെൻഡൻ്റ് അല്ല. ഓക്കെ, സിമിലർലി അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ദ വർക്ക് ഡൺ ത്രൂ എനി ക്ലോസ്ഡ് പാത്ത് ഈസ് നോട്ട് സീറോ. അല്ലെങ്കിൽ പറയാം കേൾ ഓഫ് ദ ഫോഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ. ഓക്കെ, മൂന്ന് രീതിയിലും പറയാം. നേരെ ഓപ്പോസിറ്റ്, കൺസർവേറ്റീവ് ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളുകളാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ്. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ മെക്കാനിക്കൽ എനർജി കൺസർവ് ചെയ്യില്ല, ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഓക്കെ, ശ്രദ്ധിക്കണം, ഞാൻ ഇവിടെ വയലേഷൻ ഓഫ് എനർജി കൺസർവേഷൻ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെക്കാനിക്കൽ എനർജി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സോ ബേസിക്കലി ഫ്രിക്ഷനൊക്കെ വരുമ്പോൾ ഈ എന്താ പറയുക, ഈ ലോസ് വരുന്നത് ബേസിക്കലി ഹീറ്റ് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുക.
ടോട്ടൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആണ്, അത് തെറ്റില്ല. ടോട്ടൽ എനർജി ഈസ് കൺസേർവ്ഡ്, അതിനൊരു തെറ്റൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ മെക്കാനിക്സ് പറയുമ്പോൾ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്, അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ശ്രദ്ധിക്കുക. ടോട്ടൽ എനർജി അവിടെയും കൺസേർവ്ഡ് ആണ്, അതിൽ തെറ്റൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഫോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും. സോ ഒന്നിൽ മെക്കാനിക്കൽ എനർജി കൺസർവ് ചെയ്യും, ഒന്നിൽ മെക്കാനിക്കൽ എനർജി കൺസർവ് ചെയ്യില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിതിൻ്റെ എക്സാമ്പിൾ, കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു. ഇനി അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് നമ്മൾ കൂളംസിലോ പഠിച്ചിട്ടുണ്ട്. ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഗിവൺ ബൈ എഫ് ഈക്വൽ ടു 1/4πε0 q1 q2 ബൈ r സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് റേഡിയൽ ഡയറക്ഷൻ ആണ്, ഇൻറ്റു ആർ ക്യാപ്. ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ്. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് +2-ൽ. ഓക്കെ, അപ്പോൾ അതിന് എനിക്ക് വേണമെങ്കിൽ ഒന്ന് സ്ലൈറ്റ്ലി എനിക്ക് മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. 1/4πε0 q1 q2 ബൈ മോഡുലസ് ഓഫ് r ക്യൂബ് ഇൻറ്റു വെക്ടർ r എന്ന് എഴുതാം. ഞാൻ യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പിനെ മാറിയിട്ട് വെക്ടർ r ആക്കി, അപ്പോൾ ഉടനെ r ക്യൂബ് ഇട്ടാൽ മതി. ബോത്ത് വിൽ ബി സെയിം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ ചാർജസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, q1 q2 കോൺസ്റ്റൻ്റ് ആണ്, 1/4πε0 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെല്ലാം ചേർത്തിട്ട് എനിക്ക് വെറും ഒരു k എന്ന് എഴുതാം. ഓക്കെ, സോ ഐ ക്യാൻ റൈറ്റ് എഫ് is equal to k into some constant k into vector r divided by modulus of the vector r cube. ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് r എന്ന് പറയുന്ന വെക്ടർ എനിക്കറിയാം, xi + yj + zk. ഓക്കെ, പൊസിഷൻ വെക്ടർ ഇത് നമ്മൾ അറിയാവുന്നതാണ്. ദെൻ മോഡുലസ് ഓഫ് r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √(x² + y² + z²), അല്ലെങ്കിൽ x² + y² + z² ഹോൾ റേസ് ടു 1/2. അതാണ് മോഡുലസ് ഓഫ് r. അപ്പോൾ r ക്യൂബ് ആകുമ്പോൾ x² + y² + z² ഹോൾ റേസ് ടു 3/2 എന്ന് വരും. ഓക്കെ, സോ അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഫോർമുല ഫോർ ഫോഴ്സ്. എഫ് ഈക്വൽ ടു ആറിന് പകരം കെ അവിടെ ഉണ്ട്, ആറിന് പകരം xi + yj + zk ഡിവൈഡഡ് ബൈ r ക്യൂബിന് പകരം x² + y² + z² ഹോൾ റേസ് ടു 3/2. ഓക്കെ, സോ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. സോ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എനിക്ക് 3 കമ്പോണൻ്റ് ആയിട്ട് തിരിക്കാൻ പറ്റും. എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ്, സെഡ് കമ്പോണൻറ്റ്. ദാറ്റ് ഈസ് ഐ, ജെ, കെ. ഈ 3 ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്യണത് എന്ത് ചെയ്താൽ മതി, ഈ ഓരോ ടേമിനെയും നമ്മൾ x² + y² + z² കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ എനിക്ക് എഴുതാൻ പറ്റും എക്സ് കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സ് ഈക്വൽ ടു കെ എക്സ് ഡിവൈഡഡ് ബൈ x² + y² + z² ഹോൾ റേസ് ടു 3/2. Similarly, Fy equal to ky divided by same, Fz equal to kz divided by same. അപ്പോൾ ഞാൻ ഈ ഫോഴ്സിനെ 3 കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി കൺസർവേറ്റീവ് ഫോഴ്സ് ആവാനുള്ള കണ്ടീഷൻ എന്താ, del cross F should be 0. That is the condition for conservative force. അപ്പോൾ നമുക്ക് എഫിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ജസ്റ്റ് കാൽക്കുലേറ്റ് del cross F. del cross F ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ del cross F ഈക്വൽ ടു നമുക്ക് ഓപ്പറേറ്ററിൻ്റെ ഫോം അറിയാം, IJK ∂/∂x ∂/∂y ∂/∂z fx fy fz. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഇൻറ്റു ആ റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ക്രോസ് ചെയ്തെടുക്കണം. സോ ∂/∂y ഓഫ് fz മൈനസ് ∂/∂z ഓഫ് fy, ഫസ്റ്റ് ടേം. ഓക്കെ, മൈനസ് ജെ ഇൻറ്റു സിമിലർലി നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷനുകളാണ്. ഓക്കെ, ഒരു ഡിറ്റർമിനൻ്റ് എടുക്കുന്ന ഫോർമുല, വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഓപ്പറേറ്റർ ഫോമിലാണെന്ന് മാത്രം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഇതിനെ ഇക്വേഷൻ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിനെ ഞാൻ ഫസ്റ്റ് ടേം ഐൻ്റെ ടേം മാത്രം നോക്കുക. ഐൻ്റെ ടേമിൽ തന്നെ 2 ഡിഫറൻഷ്യൽ ഉണ്ട്, ∂fz/∂y ഉണ്ട്, ∂fy/∂z ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനാദ്യം ഈ ∂fz/∂y ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്താൽ ∂/∂y ഓഫ് fzന് പകരം kz ഡിവൈഡ് ബൈ x² + y² + z² ഹോൾ റേസ് ടു 3/2. വൈയിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ z ഈസ് എ കോൺസ്റ്റൻറ്റ്, ആ kzനെ എനിക്ക് പുറത്തേക്ക് എടുക്കാം.
കെ സെറ്റിന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു -3/2 മാത്രമേ ഉള്ളൂ. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ട. ഓക്കെ, അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെ സെഡ് ആൾറെഡി പുറത്ത് വന്നു. -3/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഹോൾ റേസ് ടു -5/2. ഓക്കെ, ജസ്റ്റ് ഡിഫറൻഷ്യൽ അറിയാവുന്ന ഫോർമുല. പിന്നെ ഉള്ളിൽ പിന്നെയും ഇതിനെ ഒരു വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വൈ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ 0 ആയിപ്പോയി, വൈ സ്ക്വയറിൻ്റെ 0 ആയിപ്പോയി, സോറി സെഡ് സ്ക്വയറിൻ്റെ 0 ആയിപ്പോയി, വൈ സ്ക്വയറിൻ്റെ എന്ന് പറയുന്നത് 2y കിട്ടും. ഓക്കെ, അപ്പോൾ അത് കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ -3KYZ വരും മേലെ. താഴെ വന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 5/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഡോ എഫ് സെഡ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്തു. നൗ രണ്ടാമത്തത് ഡോ എഫ് വൈ ബൈ ഡോ ഇസെഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഡോ എഫ് വൈ ബൈ ഡോ ഇസെഡ് അത് കാൽക്കുലേറ്റ് ചെയ്താൽ ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് KY ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ഓക്കെ, അഗെയിൻ സെഡിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ KY എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്, അത് പുറത്തേക്ക് എടുക്കാം. സോ KY ഇൻറ്റു -3/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു -5/2 ഇൻറ്റു 2Z. ഓക്കെ, അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ -3KYZ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ എക്സ്പ്രഷനിൽ ഈ രണ്ട് ടേം ഐൻ്റെ കോഎഫിഷ്യന്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ടേമാണ് വരുന്നത്. അപ്പോൾ ആ രണ്ട് ടേം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഐൻ്റെ കമ്പോണൻറ്റ് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഐൻ്റെ കമ്പോണൻറ്റ് നോക്കിയപ്പോൾ ഡോ എഫ് സെഡ് ബൈ ഡോ വൈ മൈനസ് ഡോ എഫ് വൈ ബൈ ഡോ ഇസെഡ്. അത് നോക്കിയാൽ രണ്ടും സെയിം ടേം ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഐൻ്റെ കമ്പോണൻറ്റ് 0 ആയിപ്പോയി. സിമിലർലി നമുക്ക് ബാക്കിയെല്ലാം ഇതേപോലെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കമ്പോണൻറ്റും 0 ആയിട്ട് മാറും. അതല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷനിൽ ദ ടോട്ടൽ ഡിറ്റർമിനൻറ്റ് ഈസ് 0 അല്ലെങ്കിൽ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഡെൽ ക്രോസ് എഫ് അതായത് കേള് 0 ആയിട്ട് മാറി. കേള് 0 ആണെങ്കിൽ എന്താ? ഇറ്റ്സ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, സോ ഇതേ കാര്യം നമുക്ക് എന്താ പറയുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, 1/r² ഡിപ്പെൻഡൻസ് ആണ്. ഓക്കെ, അവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇറ്റ്സ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. അല്ലെങ്കിൽ എന്താ പറയുക, സ്പ്രിങ്ങിലുള്ള ഫോഴ്സ് -kx അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സ്. സോ അതിന് ഒരു ചെറിയൊരു എക്സാമ്പിൾ പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, ബാക്കി പ്രോബ്ലംസൊക്കെ ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരാം. ജസ്റ്റ് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഞാനിവിടെ ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട്. സോ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എഫ് ഈക്വൽ ടു 2xy പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു ഐ, അതാണ് എക്സ് കമ്പോണൻറ്റ്, പ്ലസ് x²j വൈ കമ്പോണൻറ്റ്, പ്ലസ് 2xzk z കമ്പോണൻറ്റ്. ഓക്കെ, ഷോ ദാറ്റ് എഫ് ഈസ് കൺസർവേറ്റീവ്. എഫ് കൺസർവേറ്റീവ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ബേസിക്കലി കമ്പോണൻറ്റ് വൈസിൽ ഫോഴ്സ് തന്നിട്ടുണ്ട്. സോ സിമ്പിൾ. അപ്പോൾ അതിൽ നമുക്ക് ഓരോ കമ്പോണൻറ്റും നമുക്കറിയാം. എഫ് എക്സ് എന്താണെന്നറിയാം, എഫ് വൈ എന്താണെന്നറിയാം, എഫ് സെഡ് എന്താണെന്നറിയാം. സോ ഓക്കെ, സോ എഫ് എക്സ് ഈക്വൽ ടു 2xy പ്ലസ് സെഡ് സ്ക്വയർ, എഫ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് സെഡ് ഈക്വൽ ടു 2xz. ഓക്കെ, ഇനി നമ്മുടെ കൺസർവേറ്റീവ് ഫോഴ്സ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൽ ക്രോസ് എഫ് എടുത്ത് നോക്കുക. ഡെൽ ക്രോസ് എഫ് 0 ആണെങ്കിൽ എന്താണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഡെൽ ക്രോസ് എഫ് 0 അല്ലെങ്കിൽ ഇറ്റ്സ് എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പറേറ്റർ ഫോമിലുള്ള ഇതെടുത്തിടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു IJK ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസെഡ് എഫ് എക്സ് എഫ് വൈ എഫ് സെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ അതേ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ കമ്പോണൻസ് മാറുന്നേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ സെയിം പ്രൊസീജിയർ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കമ്പോണൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ ആദ്യം ഐൻ്റെ കമ്പോണൻറ്റ് 2 നോക്കുക. ഓക്കെ, സോറി, അപ്പോൾ അതിൽ ഡോ എഫ് സെഡ് ബൈ ഡോ വൈ, ഡോ എഫ് സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഡോ എഫ് സെഡ് ബൈ ഡോ വൈ, ഇതിൽ വൈ എന്നില്ല.
So this is 0. Okay. Then dou fy by dou z. Dou fy by dou z. ഇതിൽ z എന്നില്ല. അപ്പോൾ 2 0 ആയിട്ട് മാറി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള രണ്ട് കമ്പോണൻറ്റും 0 ആയി മാറി. സോ ഐ കമ്പോണൻറ്റ് 0 ആയി മാറി. അടുത്തത് ജെയിൽ ഡോ എഫ് എക്സ് ബൈ ഡോ ഇസെഡ്. ഡോ എഫ് എക്സ് ബൈ ഡോ ഇസെഡ് രണ്ടാമത്തെ ടേം മാത്രമേ z ഉള്ളൂ. സോ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2z കിട്ടും. ഓക്കെ. സോ ഇവിടെ 2z മൈനസ് ഡോ എഫ് സെഡ് ബൈ ഡോ എക്സ്. ഇതാണ് എഫ് സെഡ്. അതിനെ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2z. അപ്പോൾ രണ്ടാമത്തെ ടേമും 0 ആയിട്ട് മാറി. മൂന്നാമത്തെ ടേം എടുത്ത് നോക്കുക. ഡോ എഫ് വൈ ബൈ ഡോ എക്സ്. ഇതാണ് എഫ് വൈ. അതിൽ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x കിട്ടും. ഓക്കെ. ദെൻ ഡോ എഫ് എക്സ് ബൈ ഡോ വൈ. ഇതാണ് എഫ് എക്സ്. അതിനെ വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഈ ടേം 0 ആയി മാറി. ഇവിടെ 2x കിട്ടി. ഓക്കെ. അപ്പോൾ 3 ടേമും 0 ആയി മാറി. സോ ദ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താ, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ കണ്ടീഷൻസ് പഠിച്ചു. ഓക്കെ. സോ അത് വെച്ചിട്ട് മീൻസ് ബേസിക്കലി നമ്മൾ പഠിച്ചു കേൾ ഓഫ് ദാറ്റ് ഫോഴ്സ് ഈസ് 0. ഓക്കെ. അപ്പോൾ അത് നമുക്കൊരു ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും വെദർ ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ഓർ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. ഏത് തരത്തിലുള്ള ഫോഴ്സ് ആണെന്ന് നമുക്ക് അതിൻ്റെ കേൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ. Okay. So today we will stop our discussion here and continue our discussion in the next class. So അപ്പോൾ പ്രോബ്ലം ഞാൻ അതിൻ്റെ ഇടയിൽ LMS-ൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ചെയ്യാം. ഓക്കെ. സബ്മിറ്റ് ചെയ്യാം. സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.